ഒരാലോചന കൊണ്ട് വന്നിരിക്കണു. അങ്ങനെ പറയരുത് ദേവി ചേച്ചി, ഇതൊരു ജീവൻ മരണ പോരാട്ടാണ്, ഞങ്ങൾ ഉപേക്ഷിക്കരുത്. എന്റെ മോനെ പോലീസിനെ കൂടെ തല്ലി ചതപ്പിച്ചു. 3 മാസാ നാണുവേദ്യോട് പിടിച്ചു നടത്തിയത്. കാശ് എത്രയാ ചെലവായത്? ഒരു സിന്ധി പശുവിനെ വിറ്റു ഞാൻ. അതെണ്ണ ഇപ്പോഴും പോയിട്ടാണ് മനസ്സിന്ന്. പോലീസുകാർ തല്ലിയൊന്നുമില്ല, കംപ്ലൈന്റ് കിട്ടിയപ്പോ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നുള്ളൂ. ഈ അമ്മ വെറുതെ. നീ ഉണ്ടോ? കൈവശം കൊടുത്ത് മയക്കിയതാ പെണ്ണിന്റെ ചെക്കനെ. വല്ല കാക്കാലത്ത് പെണ്ണി വിളിച്ചുണ്ടാവും വന്നാലും ഞാൻ കേറ്റും ഈ കുടുംബത്ത്. എന്നാലും ഇത് എന്റെ കഴുത്തിനെ മോള് തലയുണ്ടെങ്കിൽ നടക്കില്ല. ഇപ്പൊ എന്തായി? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ദേവി ചേച്ചി സമ്മതിക്കില്ലെന്ന്. അപ്പൊ സതീശൻ എന്താ പറഞ്ഞത്? അമ്മയ്ക്ക് ഇഷ്ടാണ്, എന്റെ അമ്മ പാവമാണ്, വേഗലീന മനസ്സാണ് എന്റെ അമ്മയ്ക്കെന്ന്. ഇങ്ങനെ ഇറങ്ങു ഗോപി, നമുക്കില്ല അഭിമാനം. ഭരതമാഷ്ട മകൾക്ക് വേറെ ചെക്കനെ കിട്ടാൻ കിട്ടുന്നില്ല. സതീശൻ പ്രേമിച്ചപ്പോ ഒരു പകരത്തിൽ അവളൊന്ന് പ്രേമിച്ചു പോയി. അതിന് ഒന്നുമില്ലെങ്കിൽ നമുക്ക് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ആരെങ്കിലും കിട്ടില്ലേ? വന്നേ അങ്ങനെ വേണ്ട ചേടാ. താൻ എന്തായി കാണിച്ച്? ആ തള്ളെ പറഞ്ഞ് എങ്ങനെയും സമ്മതിപ്പിക്കാൻ വന്നിട്ട് ഓടണ പട്ടിക്ക് 1 മുഴം മുമ്പേന്നാ പട്ടി വടിമേൽ വന്ന് വീണത്താ. നോക്കിക്കോ രാമകുട്ടി, ഒന്ന് നിക്കണേ. വിളിച്ചു എന്തേ? വാ, നീ അകത്ത് പോ. എന്താ? ഇയാളവിടെ ഇരിക്കേ, അവിടെ നിൽക്കേ. നീ അവിടെ നിൽക്ക്. എടി രമേ, ഉമ്മറത്തേക്ക് വേണ്ടി ചായ എടുക്കേ. പാലുണ്ടാവില്ലേ? കട്ട മതി. ഇങ്ങോട്ട് വന്നേ രാമകുട്ടി. അല്ല, ഈ ഡോക്ടറെ എഞ്ചിനീയറാന്നൊക്കെ പറയുമ്പോ 5 ലക്ഷവും ഒരു മാരുതി കാറും 100 പവനൊക്കെ ചോദിക്കണത്. എന്തായാലും നിങ്ങൾ വന്ന് കയ്യും കാലും പിടിക്കുമ്പോ അത്രയ്ക്കൊന്നും വേണ്ട. 1 ലക്ഷവും 50 പവനും ഒരു ചുവന്ന മാരുതി കാറും നമുക്ക് ഉറപ്പിക്കാം. ചുവന്ന മാരുതിക്കാർ തന്നെ വേണോ? ചുവന്നതാ നല്ലത്, പച്ചയായാലും കുഴപ്പമില്ല. ഇപ്പൊ ബുക്ക് ചെയ്താ 1.5 കൊല്ലം കഴിയും മാരുതിക്കാർ കിട്ടാൻ. പുതിയ തന്നെ വേണ്ട നമുക്ക്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് കാറ് വേണ്ടാന്ന് വെക്കാം. പിന്നെ 1 ലക്ഷം. 1 ലക്ഷത്തിൽ എത്ര പൂജ്യം ഉണ്ടാവോ? 10, 100, 1000, 10,000 ലക്ഷം. 5 പൂജ്യം. അതിന് 2 പൂജ്യം നമുക്ക് കളഞ്ഞേക്കാം. പിന്നെ 50 പവൻ. അതിന്നും കളയാൻ നമുക്കൊരു പൂജ്യം. ബാക്കി ദേവകി ചേച്ചിന് ഇഷ്ടം പോലെ കുറച്ചു നമ്മൾ കുറപ്പിക്കുന്നു. ഗോപിയെ 1000 രൂപ 5 പവനോ? ചേച്ചി ഇങ്ങോട്ട് വന്നേ. വാ, ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു കേട്ടല്ലോ നീ. ഇവന്റെ ഏട്ടന്മാരോടും ചോദിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ അപ്പുറത്ത് ഉണ്ടാവില്ല. തീയതി നിശ്ചയിക്കുന്നതിന് മുമ്പ് 25,000 രൂപ അഡ്വാൻസ്. ഇനി ഈ കാര്യം സംസാരിക്കണമെങ്കിൽ അതെന്റെ കയ്യെ കൊണ്ട് തന്നിട്ട് ബാക്കി 25,000 രൂപ കല്യാണത്തിന്റെ തലേന്ന് എന്നുള്ളത് തലേന്ന് തന്നെയാ. മാറ്റുണ്ടായ ചെക്കൻ ഇറങ്ങില്ല ഇവിടുന്ന്. 20 പവനെന്ന് പറഞ്ഞ് തികച്ചില്ലെങ്കിൽ എന്റെ വീതം മാറും. വല്ല മുക്കോ ചെമ്പോ ചേർത്തെന്നെ പറ്റിക്കാന്ന് വെച്ചാ തട്ടാനെ കൊണ്ട് ഒരച്ചു നോക്കിട്ടെ പെണ്ണിനെ ഇതിനകത്ത് കയറ്റു. ഏറ്റു, ഒക്കെ ഏറ്റു. രാമൻകുട്ടി ഏറ്റ തന്നെയാ. ഏറ്റല്ലോ. താൻ എന്റെ അക്രമയെ കാട്ടിയത് 50,000 ഉറുപ്പികയും 20 പവനും നടക്കുന്ന കാര്യമാണോ? ഇതിൽ കൂടുതൽ കാല് പിടിക്കാൻ എനിക്ക് വശില്ല. ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് പോവാ. എന്റെ ഈശ്വര, എന്താ ഇപ്പൊ ചെയ്യാ? എന്നാലും എന്റെ ഗോപി, അവര് സ്ത്രീധനം ഒന്നും ചോദിച്ചില്ലെന്നാണോ നീ പറയണത്? അയ്യേ, സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് അങ്ങോട്ട് ചെന്നേക്കരുതെന്ന് അവര് പറഞ്ഞത്. അത്രയ്ക്ക് സ്ത്രീധന വിരോധിയാ. ഇത്രയ്ക്ക് വിരോധമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ എനിക്ക് മനസമാധാനത്തോടെ കണ്ണടയ്ക്കാം. അപ്പൊ മുത്തശ്ശി, ഞങ്ങളുടെ കാര്യോ? കണ്ടോ പെണ്ണിന്റെ ഒരു തിടുക്കം? അതൊക്കെ ഗോപിയുടെ ഇഷ്ടം എന്താച്ചാ അതുപോലെ നടക്കും. ഇതൊന്ന് കഴിഞ്ഞോട്ടെ മുത്തശ്ശി. അത് കഴിഞ്ഞ പിറ്റേ ദിവസം ഈ വീടിന്റെ മുമ്പിൽ വന്നു നിന്ന് ഞാനൊരു ചോദ്യമുണ്ട്. മഹേശ്വരിയമ്മേ, മാന്തോട്ടത്തെ മഹേശ്വരിയമ്മേ, എന്റെ പെണ്ണിനെ ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ പിടിച്ചിറക്കിക്കൊണ്ട് പോണോ? അപ്പൊ മുത്തശ്ശി വന്ന് എന്നോട് വിളിച്ച് പറയും, അത്രയ്ക്ക് ചുണയുള്ളവനാണെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോടാന്ന്. അപ്പൊ ഞാൻ മുണ്ടും മടക്കി കുത്തി ഇങ്ങനെ വന്ന് ഇവളുടെ കയ്യും പിടിച്ച് സ്ലോ മോഷനിലൊരു പോക്ക്. വേണ്ട വേണ്ട വേണ്ട, സമയമാകുമ്പോ ഞാൻ തന്നെ നിന്നെ പിടിച്ചേൽപ്പിക്കാം. അവനവിടെ ഗോപി മോളിലുണ്ട്. വിളിക്കേ. ഗോപി, ദാ ഏട്ടൻ വിളിക്കണോ? ലോകത്താരും ഇതുവരെ പ്രേമിച്ചിട്ടില്ലല്ലോ. എടാ, നിനക്ക് അവളെ ഇഷ്ടമാണ് ഇങ്ങനെ വിളിച്ചോണ്ട് വരിക. അതിനിവിടെ ആരും എതിര് പറഞ്ഞിട്ടില്ല. അല്ലാതെ ആ കുടുംബം മുഴുവൻ തലയിലേറ്റ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു വാക്ക് എന്നോട് ചോദിച്ചോ നീ? ആ ശേഖരൻ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് കടവിറ്റ കാര്യം. മറച്ചു കൊടുത്ത 15,000 പകടി കിട്ടുമെന്ന് പ്രഭാരം പറഞ്ഞു.
പിന്നെ കടയിലെ സാധനങ്ങൾക്ക് ഒരു 10,000. അങ്ങനെ 25,000. ഇനി ബാക്കി 25,000 എവിടെ നിന്ന് കൊടുക്കുന്നീയേ? അവര് സ്വർണം ചോദിച്ചിട്ടുണ്ടല്ലോ, അത് നീ എന്ത് വിറ്റ് കൊടുക്കും? അവറാച്ചനോട് പലിശയ്ക്ക് കടമെടുത്തിട്ടാ അന്ന് ഞാൻ പകടിക്ക് കാശ് കൊടുത്തത്. അത് ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല. അതുകൂടാതെ ആദ്യത്തെ പെണ്ണിന്റെ കല്യാണം എന്ന് പറഞ്ഞ് എന്നോട് പറയാതെ നീ പോയി 5,000 റുപ്യ വാങ്ങി. എന്തിനപ്പം നിന്റെ ഒരു പുറപ്പാട്? എനിക്കറിയില്ല ഏട്ടാ, എങ്ങനെങ്കിലും ഈ കല്യാണം നടക്കണം. എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? പറഞ്ഞാ താ സമ്മതിക്കില്ല. മുത്തശ്ശൻ ചെറിയൊന്നും സമ്മതിക്കില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന വരുമാനമായിരുന്നു. കടയില്ലെങ്കിലും അത്യാവശ്യത്തിന് പണിയൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാലോ. ആളുകൾ എന്താ പറയാ? എനിക്ക് വേണ്ടിയിട്ട് ആളുകൾ പറഞ്ഞോട്ടെ, ഇതിപ്പോ ഒരു ത്യാഗമൊന്നുമില്ല. താൻ ചെയ്യേണ്ടത് നമ്മൾ ഒരുമിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. ചെറിയ ആഗ്രഹം നടക്കണം. അതുകൊണ്ടും നടക്കില്ലല്ലോ. എനിക്ക് ആലോചിക്കാനേ പേടിയാവുക. ഇനിയും 25,000 ഉറുപ്പിയും 20 പവനും. മുമ്പിൽ ഒരു വഴിയും തെളിയില്ല. ചെറിയച്ചിയുടെ സന്തോഷം കണ്ടപ്പോ ഏറ്റുപോയി. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ. വേണ്ട, മുത്തശ്ശി എപ്പോഴും പറയും ഭാഗ്യമില്ലാത്ത കുട്ടികളോ ഞങ്ങളെന്ന്. ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കായിരുന്നു അച്ഛന്. കൂട്ടിയാ കൂടാത്തത് ആഗ്രഹിച്ച ഭഗവതി കൂടി ഞങ്ങളെ ശപിക്കും. ഇല്ല, ഭഗവതിക്കറിയാം നമ്മളെ. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അല്ലെങ്കിലും പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ലല്ലോ തന്നെ. ഭഗവതി എന്നെ ശപിക്കില്ലേ? മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന് കൊണ്ടുപോയ സാരിയുടെ അടവന്നെ മുഴുവനായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചാ ആട്ടെ എങ്ങനെയാ അതൊക്കെ തിരിച്ചടയ്ക്കാൻ കണ്ടിരിക്കുന്നത്? ഇങ്ങനൊരു അത്യാവശ്യമായതുകൊണ്ടാണ്. എന്നാലും 5,000 ഒന്നും ഉണ്ടാവില്ല, ഒരു 3,000 നോക്കാം. നാളെ ആവട്ടെ. ആ പ്രദീപേ, നാളെ ഒരു 3,000 റുപ്യ അഞ്ജലിയുടെ അക്കൗണ്ടിൽ കൊടുത്തേ. ശരി. കൊറേ നേരമായല്ലോ നീ ഇരിപ്പുടങ്ങിയിട്ട്. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല അടുത്തേമേ. 25,000 ഉറുപ്പിക്ക് 20 പവനും നാളെ സന്ധ്യയ്ക്കും ഉണ്ടാക്കണം. ചെന്ന് കാല് പിടിച്ച് നോക്കി, ആ തള്ള ഒരു വിധത്തിൽ അടുക്കണില്ല. എടുത്താ പൊന്താത്തത്ര ഭാരം എടുത്ത് തലയിൽ വെക്കുമ്പോ ആലോചിക്കണായിരുന്നു ഗോപിയെ. ഏട്ടൻ എത്ര ഉപദേശിച്ചാ നിന്നെ? ഒക്കെ ശരി തന്നെ. എടുത്ത വാരം ഇറക്കി വെക്കാൻ പറ്റില്ലല്ലോ. ചുമക്ക എന്നെന്ന തീരുമാനം. എങ്ങനെ? നിന്നെ കൊണ്ട് കൂട്ടിയെ കൊണ്ടതിനപ്പുറത്തല്ലേ? ആ ശിവൻകുട്ടിക്ക് എഴുതിയിട്ടൊരു മറുപടിയും കൂടി ഇല്ല. ഇത് വിറ്റോളൂ ഗോപി, ഏട്ടൻ അറിയണ്ട. വേണമെങ്കിൽ ചിന്തുമോളുടെ മാലയും കൂടി ഊരാം. അത്രയെങ്കിലും ആയില്ലോ. വേണ്ട ഇടത്തെ, അത് വേണ്ട. അതുകൊണ്ടൊന്നും തികയില്ലോ. ഏട്ടൻ വരട്ടെ, ഞാനൊരു കൂട്ടം തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതി, ഏട്ടൻ കാശുണ്ടാക്കാനെന്ന് എവിടെയൊക്കെ തെണ്ടി? അവറാച്ചൻ പറയണ കേട്ടു അവിടെയും ചെന്നിരുന്നു. എന്നിട്ട് തന്നോ? ഏട്ടാ, പല വഴികളും നോക്കണുണ്ട്. പക്ഷെ ഒന്നും ശരിയാവണില്ല. അതിന് ഒരു 5-6 മാസത്തെ സമയം തന്ന എങ്ങനെ ഞാൻ തിരിച്ചു തരാം. ഈ വീടും പറമ്പും ഒന്ന് പണയം വെച്ച്. കൊള്ളാം, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാലോ. ഗോവിന്ദമേനോന്റെ മക്കള് വീട് പണയം വെച്ച് കണ്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തണമെന്ന്. എന്നാ പിന്നെ തറവാട് വിറ്റപ്പോ എന്റെ ഓഹരിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂലോ, അതെനിക്ക് തരണം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ അവസാനമായിട്ട് അച്ഛൻ പറഞ്ഞു, ഒന്നേ ഉള്ളൂ നിന്റെ താഴെ, ഒരിക്കലും നിങ്ങൾ തമ്മിൽ പിരിയാൻ ഇടയുണ്ടാവരുന്ന്. അന്ന് നീ 5ാം ക്ലാസ്സിലാ. തറവാട് വിറ്റത് വാങ്ങിയത് നമ്മുടെ രണ്ടാളുടെയും പേരില. ഭാഗം വയ്ക്കാം, ഭാഗം വെച്ച് പിരിയാം. എന്നിട്ട് അതുകൊണ്ട് എന്താ വേണ്ട വെച്ചാ ചെയ്യാം. മക്കള് തെറ്റിപ്പിരിഞ്ഞു എന്നറിഞ്ഞ് വേദനിക്കാൻ മരിച്ച അച്ഛൻ തിരിച്ചു വരുമൊന്നുമില്ലല്ലോ. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യട്ടോ. വാ. ഇവിടെ കിടക്കാണോ? വീട്ടിലേക്ക് വരികയായിരുന്നു ഞങ്ങള്. പാലത്തിന്റെ ചോട്ടിൽ കിടന്ന് ദുഃഖഗാനം പാടിയിട്ടൊന്നും കാര്യം നടക്കില്ല. സതീശ, അതങ്ങൾ കൊടുക്ക്.
അമ്മ ചോദിക്കണ 20 പവനുണ്ട്. ഇതെന്റെ ഫ്രണ്ട് രമേശ്, ഇവന്റെ ഭാര്യയുടെ സ്വർണ്ണ. തൽക്കാലം ഇത് ഇട്ടിട്ട് ഇറങ്ങട്ടെ ആരതി കല്യാണത്തിന്. സതീശ, സാരമില്ല, അമ്മയെ ബോധ്യപ്പെടുത്തല്ലേ വേണ്ടൂ. പിന്നെ എന്റെ കൂടെയല്ലേ, എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് തിരിച്ചു കൊടുത്തോളാം ഞാൻ രമേശന്. അമ്മയെ പറ്റിച്ചിട്ടാണെങ്കിലും ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വല്ലാണ്ട് മ്ലേച്ഛനായി പോകും ഞാൻ. സ്വർണം കിട്ടിയെന്നുള്ളതല്ല സന്തോഷം, സതീഷിന് ചെറിയച്ചോട് അത്രയ്ക്ക് സ്നേഹം നിറഞ്ഞപ്പോഴാ. അമ്മയെ പേടിച്ചിട്ടാ, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ഒരു പ്രാവശ്യം കൂടി ചെറിയച്ചൻ കൊണ്ട് ഒളിച്ചോടി പോവാനും മൂപ്പർ റെഡിയാ. ചെറിയച്ചി ചെന്നാലുടനെ ആ തള്ളെങ്ങാനും ഇത് വാങ്ങി അൽമാരിക്കകത്ത് വെച്ച് പൂട്ടിയുണ്ടല്ലോ, എന്നെ സതീഷിന്റെ കാര്യം പോക്കാ. കൊണ്ട് സൂക്ഷിച്ചു വെച്ചോളൂ. സ്വർണം കിട്ടി, ഇനിയിപ്പോ സന്ധ്യയ്ക്കും 25,000 ഉറപ്പിക. മുറ്റത്ത് നിന്ന് മാനത്തോക്കി കിടന്ന നോട്ടുമഴ പെയ്ക്കും ഈശ്വരന്മാര്. അല്ല, അങ്ങനെ ആശ നോക്കാലോ. സ്വർണം ചെക്കൻ തന്നെ തന്നൂല്ലേ? ഇവിടെ തള്ളക്ക് കൊടുക്ക്, കല്യാണം മുടങ്ങണ്ട. 30 ഉണ്ട്, 25,000 കൊടുക്കണ്ടു. ബാക്കി കയ്യിൽ വെക്ക്, ആവശ്യമുണ്ടാവും. ഓഹരിയൊന്നുമല്ല, ആധാരം വെച്ച് അവളാച്ചോട് തന്നെ വാങ്ങി. സന്തോഷത്തോടെ തന്നെയാ തരണത്. ഇപ്പൊ എന്റെ അനിയനെ കുറിച്ച് എനിക്ക് അഭിമാനമല്ലോ. ഒരായുസിന്റെ പുണ്യം മുഴുവനും അനീപ്പ ചെയ്യണത്. ആരോട് ചോദിച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്? ഉറുപ്പികയും 20 പവനും. ഭരതമാഷ മോളെ കല്യാണമാകുമ്പോ ആർഭാടത്തിന് ഒട്ടും കുറവ് വരാൻ പാടില്ലല്ലോ, അല്ലേ? എവിടുന്ന് കട്ടുകൊണ്ടെന്നു എന്റെ മറ്റവൻ? ഇത്രയും പണോ പണം? നീ എവിടെയായിരുന്നു കുറെ നേരമായിട്ട്? ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നല്ലോ. നിനക്കെന്താ ഒരു ഉത്സാഹക്കുറവ് പോലെ? ഏയ്, ഞാനിതൊന്ന് കഴിയണ വരെ ഒരു ടെൻഷൻ. ഇനി എന്ത് ടെൻഷൻ? ഒക്കെ റെഡിയല്ലേ? ചെക്കൻ ഇപ്പൊ എത്തും. അധികാരിയെ വിളിക്കാൻ കാറ് പോണം. ടൈലർ ഒരു ടാക്സി വിളിച്ചിട്ട് അത് വരുന്നത് പോവാ. ഞാൻ പ്രത്യേകം വിളിച്ചിട്ടാ മൂപ്പര് വരണ. കാറ് കൊണ്ടില്ലാണ്ട് മൂപ്പര് വരില്ല. ഇങ്ങോട്ട് കാറ് കയറില്ലല്ലോ, ഒരു പല്ലക്കാരിക്ക് സൗകര്യം. 4 ആളെയും കൂട്ടാം, ചുമന്നിട്ട് വരാം. പാലത്തിന്റെ ഇപ്പുറം വരെ കാറ് വരുമല്ലോ, പിന്നീട് നടന്നോളൂ അധികാരി. ആ വരിക. അമ്മ വന്നില്ലേ? വരുന്നുണ്ട്. അല്ലടോ അയൽക്കാരാ, നാഗസ്വരം വായിക്കാൻ ആരെയാ വിളിച്ചിരിക്കണേ? ആ അപ്പു ചെട്ടിയാരായിരുന്നു ഈ വായിക്കുന്നത്. കാണാൻ തന്നെ ഒരു കലയായിരുന്നു. കാശിത്തിരി അധികം കൊടുക്കണം. കച്ചേരിയല്ല, കല്യാണമാണ് ഇവിടെ നടക്കുന്നത്. അത് ഞാൻ അറിഞ്ഞില്ല. ഓ, ഇയാളെ ടാക്സി വിളിക്കാൻ പോയില്ലേ? സദ്യ ഗംഭീരാക്കണേ. വേഷായി ദേഹണത്തിന് കൃഷ്ണൻകുട്ടിയോ? ഇയാള് സാമ്പാർ വെച്ച നാക്കില് വെക്കാൻ പറ്റുമോ? ആ തിരുവില്ലാമല ശങ്കരംഭ്രാന്തിരി ആയിരുന്നെങ്കിൽ കാശിത്തിരി ജാസ്തിയാവുന്നുള്ളൂ. സദ്യ പൊടി പൊടിക്കും. ഇന്നാള് രാഘവൻ നായരുടെ ചെക്കന്റെ കല്യാണത്തിന് ഇമ്രാന്തിരിയുടെ സദ്യവട്ടം ഇപ്പോഴും ആവുന്നു പോയിട്ടില്ല. ഇയാൾ ടാക്സി വിളിക്കാൻ പോയില്ലേ? അപ്പോഴേ ഒന്നുകൂടി വന്നേ. ഇനി ചെക്കൻ ചിലപ്പോ വരുണ്ടാവില്ല എന്ന് വെക്കാ. അല്ല, അങ്ങനെ സംഭവിക്കായില്ലല്ലോ. പകരത്തിന് വേറൊരാളിനെ കണ്ടു വെച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞോളൂ. അതെ അച്ഛനാരെ അറിഞ്ഞോ? നമ്മുടെ പാറോലിക്കാമിന്റെ പിന്നാപ്പുറത്തുള്ള പൊട്ടക്കിണറ്റിലെ ഒരു ശവം കിടക്കണം. അവിടെ നിറയെ കൂടിയിട്ടുണ്ട്. ആരാപ്പത് പാറോലിക്കാവിലെ പൊട്ടക്കിണറ്റിൽ ചാടിച്ചത്തത്? ചാടിച്ചത്തതോ അതോ കൊന്നിട്ട് കൊണ്ടിട്ടതോ ആർക്കറിയാം. ഒക്കെ ഭംഗിയായിട്ട് നടക്കും, ഒന്നുണ്ടാവില്ല. അതറിയരുത്. ചെറിയ ചുരുങ്ങുന്നുണ്ടെന്ന് പോയി നോക്ക്. അവര് വന്ന് എത്രയും പെട്ടെന്ന് ചടങ്ങ് തീർക്കണം. ആരും ഒന്നും അറിയണ്ട.
ഭാരതി അന്വേഷിക്കണ്ടായിരുന്നു തന്നെ. അഞ്ജലി, മുല്ലപ്പൂ എവിടെ വെച്ചിരിക്കുന്നത്? അതും കൂടെ എടുത്തോളൂ. മുല്ലപ്പൂ അത് വാങ്ങിപ്പിക്കാൻ പറഞ്ഞിരുന്നല്ലോ എന്നോട്, മറന്നോ? മറന്നിട്ടില്ല. ഈ പെണ്ണിന് എന്താ പറ്റിയത്? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സംഗതി ഞാനും ഭരതനുമായിട്ട് ചില്ലറ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ആപത്ത് നേരത്ത് അച്യുതനാരനെ വേണം സഹായത്തിന്. ഇവിടെ ഇപ്പൊ ആപത്തല്ലല്ലോ, ആഘോഷമല്ലേ? രണ്ടും ഒന്നെ. കാശിന് ചെലവില്ലാത്ത കാര്യമാണെങ്കിൽ അച്യുതനാരുണ്ടാവും മുമ്പില്. വരൂ 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 വരൂ. ആ നടക്കൂ നടക്കൂ. അല്ല അങ്ങോട്ട് 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 പൊക്കോളൂ, അങ്ങോട്ട് പൊക്കോളൂ, ഇരുത്തോളൂ. അതെ, കൊട്ടക്കണറ്റിൽ കണ്ട ശവം വേറെ ആരുടെ അല്ല, ഭരതമാഷിന്റെ മോന്റെയാ, രഘുവിന്റെ. പോലീസ് നായൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ. കൊലപാതകമാണോ കേക്കണേ? അതാപ്പ കഥ. ആപത്തേന്ന് ഞാൻ പറഞ്ഞപ്പോ എന്തായി വരേ? എന്റെ നാക്കിൽ ഗുളികനാ. ആരോ തല്ലുകൊന്ന് കിണറ്റിലിട്ടതാവുന്ന പറയണത്. ആവും വഴക്കും വക്കാനും ഒഴിഞ്ഞ നേരണ്ടോ? അപ്പോഴേ അറിയാം അവന്റെ ആയുസിന് നീളമില്ലാന്ന്. അല്ല ചൊന്നാരേ, ഈ മരിച്ചത് ആരാ? ഈ കുട്ടികളുടെ ആങ്ങള. ആങ്ങള മരിച്ചു എന്ന് കേൾക്കുമ്പോ എങ്ങനെ പെങ്ങളുടെ കല്യാണം നടത്തുക? നേരാണല്ലോ, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല. ഇനിയിപ്പോ എന്താ വേണ്ടത് മഹേശ്വരമേ? കല്യാണം നിർത്തുക, അതിനല്ലേ വേണ്ടത്? കല്യാണം മാറ്റി വെച്ചിരിക്കണു. കല്യാണം മാറ്റിയെന്ന് പറഞ്ഞാൽ എങ്ങനെ? അത് പറ്റില്ല. ഇയാളല്ലാതെ തീരുമാനിക്കേണ്ടത്. ഇവിടെ കാരണന്മാരുണ്ട്. ഇത്രയും നാള് കാരണന്മാരും കണ്ടില്ലല്ലോ. കല്യാണം നടക്കണം. മുത്തശ്ശി പെണ്ണിനെ ഇറക്കാൻ പറയും. ധിക്കാരം പറയാ ഇയാള്. അയൽക്കാരന് കല്യാണം കൂടാനുള്ള അവകാശമുണ്ട്, സദ്യ ഉണ്ടാകാനുള്ള അവകാശമുണ്ട്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർ നടത്തിക്കോളും. അയൽക്കാരനായിട്ടല്ല ഗോപി ഇവിടെ. അവൻ പറയണതാ ശരി. കല്യാണം മുടക്കാൻ വയ്യ. എന്താ മഹേശ്വരമേ, നിങ്ങൾക്കുല്ലേ ബോധം? ഒന്നുമില്ലെങ്കിൽ ഒരേ ചോരയല്ലേ? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? അങ്ങനെയാന്ന് പേരേ ഉണ്ടായിരുന്നുള്ളൂ. കൊല്ലാൻ കണക്കിരുന്നില്ലേ വിറ്റുള്ളവൻ. ഒരു കണക്കിന് ഉപദ്രവം തീർന്നു എന്ന് കരുതേനെ. അങ്ങനെയാണ് തീരുമാനമെങ്കിൽ എനിക്ക് അതിൽ എതിർപ്പുണ്ട്. നാട്ടുമര്യാദ എന്നൊന്നില്ലേ? ഇങ്ങനെ കല്യാണത്തിന് കൂടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. വരാ വരെ. അമ്മാമേ, ഒന്നും ഇങ്ങോട്ട് വരൂ. എന്താ പറയൂ. വരൂ. പ്രായത്തിന്റെ ബഹുമാനമൊക്കെ തരണുണ്ട്. വേണ്ട വേണ്ടെന്ന് പലതവണ കരുതണു. ഇത്രത്തോളായ സ്ഥിതിക്ക് ഇനി വേണം. എന്താ? ഇതുകൊണ്ട് മതിയാവൂല്ലെങ്കിൽ ഇനി എന്റെ കൈ പൊങ്ങും. മേലെങ്കിലും നോക്കില്ല. കല്യാണം നടക്കണം, മനസ്സിലായോ? ഗോപി വന്നേ. ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഗോപി പറഞ്ഞ അതിന്റെ ശരി. ഞാനിതെന്റെ ആദ്യം ആലോചിക്കാഞ്ഞതെന്ന് ആലോചിക്കണേ. ഇതൊരു പെൺകുട്ടിയുടെ ഭാവിയുടെ കാര്യല്ലേ? അതും ഈ ഗോപിയും അഞ്ജലിമോളൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയും എത്തിച്ചിട്ട് കല്യാണം നിർത്തണ്ട, നടക്കട്ടെ. മരിച്ചവര് മരിച്ചു. വേണമെങ്കിൽ അതിന്റെ പേരിൽ ഈ ചടങ്ങ് കഴിഞ്ഞ് 1 മിനിറ്റ് എണീറ്റ് നിന്ന് മൗന പ്രാർത്ഥന നടത്താം നമുക്ക്. എന്നാലും വഹിക്കണ്ട, കുട്ടി ഇറക്കിക്കോളൂ. അതായത് വായിച്ചോളൂ. ഒന്ന് വേഗം ഇങ്ങോട്ട് വരൂ, മുഹൂർത്തം തെറ്റും. ആ വിളക്കും തരൂ, വിളക്കും ഇങ്ങോട്ട് തരൂ. ആ വളരെ ആലോചിച്ച് കയറിക്കോളൂ. ആ രാധാകൃഷ്ണൻ ഇപ്പഴാ വരണം. അവിടെ പോലീസും ബഹളവാ. പാർവതിക്കാവുന്ന നായ നേരെ കടവിലേക്ക് പോയിട്ടുണ്ട്. ഒന്ന് ഒതുങ്ങിക്കോളും. ഒന്ന് 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 അഞ്ജലി, അഞ്ജലി, എനിക്ക്
Ah!